Today we remember the apostle of love, Brother D.G.S. Dinakaran. ഇന്ന് സ്നേഹത്തിന്റെ അപ്പോസ്തലനായ സഹോദരൻ DGS ദിനകരനെ നമ്മൾ ഓർക്കുകയാണല്ലോ. Yes, God took him to be with him. അതെ, തന്നോടൊപ്പം ആയിരിക്കുന്നതിനെ ദൈവം അദ്ദേഹത്തെ But കൂട്ടിക്കൊണ്ടുപോയി. all his tears, എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുനീരെല്ലാം, all his prayers അദ്ദേഹത്തിന്റെ സകല പ്രാർത്ഥനകളും are still alive. ഇന്നും ജീവിക്കുകയാണ്. They are operating for our family to be ഞങ്ങളുടെ blessed. കുടുംബം അനുഗ്രഹീതമാകുന്നതിനു വേണ്ടി അവ They are പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. operating for your family to be blessed. അതുപോലെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹീതമാകുന്നതിനു വേണ്ടി They are operating for God's will to be perfected in the nation too. ദേശത്തിൽ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നിറവേറുന്നതിനായി അവ The പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. vision which God gave to his servant Brother Dinakaran ദൈവം തന്റെ ദാസനായ സഹോദരൻ ദിനകരന് നൽകിയ ദർശനം ഇതായിരുന്നു: has been to bring healing to the broken heart. മനം തകർന്നവർക്ക് സൗഖ്യം പകർന്നു നൽകുക എന്നതായിരുന്നു. To cry and weep with those who weep. കരയുന്നവരോടുകൂടെ കരയുക എന്നതായിരുന്നു ദൈവം അദ്ദേഹത്തിന് നൽകിയ ദർശനം. To raise leaders like Joseph's and Daniel's. കാരുണ്യ മുഖാന്തരം യോസേഫ്, ദാനിയേൽ എന്നിവരെ പോലെയുള്ള നേതാക്കന്മാരെ വാർത്തെടുക്കുക The എന്നതായിരുന്നു. ministry continues. ഇന്നും ആ ശുശ്രൂഷ It has തുടർന്നുകൊണ്ടിരിക്കുന്നു. expanded in several ways now. കാലക്രമേണ വിവിധ രീതികളിൽ ശുശ്രൂഷ എല്ലായിടത്തും And വ്യാപിച്ചിരിക്കുന്നു. also God gave me a new mission through Sisha. കൂടാതെ സീഷ മുഖാന്തരം ദൈവം എനിക്ക് ഒരു പുതിയ ദൗത്യം നൽകി. And God has opened several missions, the Israel Prayer Tower, ദൈവം നിരവധി ശുശ്രൂഷ ദൗത്യങ്ങൾ തുറന്നിരിക്കുന്നു. ഇസ്രായേൽ പ്രാർത്ഥനാ ഗോപുരം, the National Prayer Tower in Delhi, ഡൽഹിയിലെ ദേശീയ പ്രാർത്ഥനാ ഗോപുരം, and the public meetings which has grown tremendously across the കൂടാതെ nation. പൊതുവായ പ്രാർത്ഥനാ മഹോത്സവങ്ങൾ അത് രാജ്യമെമ്പാടും വർദ്ധിച്ച് The പെരുകിയിരിക്കുന്നു. ministry through the social media which is blessing millions and millions. സോഷ്യൽ മീഡിയ മുഖാന്തരമുള്ള ശുശ്രൂഷകൾ അത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. And God has raised every member of the family in unique ways to serve ദൈവത്തെ Him. സേവിക്കുന്നതിന് കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അനന്യമായ രീതിയിൽ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. God has raised the prayer academy. ദൈവം പ്രാർത്ഥന അക്കാഡമി From വാർത്തെടുത്തിരിക്കുന്നു. 15 prayer towers when my father passed away, it has grown to 105 prayer towers in India. എന്റെ പിതാവ് ഞങ്ങളെ വിട്ടു പോകുമ്പോൾ 15 പ്രാർത്ഥനാ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രാർത്ഥനാ ഗോപുരങ്ങളുടെ എണ്ണം 105 ഉയർന്നിരിക്കുന്നു. And the National Prayer and Ministers Alliance, uniting all the churches and God's servants to pray for the എല്ലാ nation. സഭകളെയും ദൈവദാസന്മാരെയും ഒരുമിച്ച് ചേർത്ത് രാജ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനു വേണ്ടി രൂപവൽക്കരിക്കപ്പെട്ട ദേശീയ പ്രാർത്ഥനാ ശുശ്രൂഷകരുടെ സഖ്യം Has been a blessing. ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. Thank you for your prayers. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി. All for the glory of the Lord. സകലതും ദൈവനാമ മഹത്വത്തിനു വേണ്ടി For മാത്രം. millions more to know the love of ഇനിയും Jesus. കൂടുതൽ ദശലക്ഷങ്ങൾ ദൈവസ്നേഹം അനുഭവിച്ചറിയുന്നതിനു വേണ്ടി മാത്രം Stand with us. ഞങ്ങളോട് ചേർന്ന് നിൽക്കുക. Let's together നമുക്ക് ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ heal the brokenhearted. മനം തകർന്നവർക്ക് സൗഖ്യം പകരാം. Build prayer intercessors. പ്രാർത്ഥനാ പണിയാളികളെ വാർത്തെടുക്കാം. Raise Daniels and Josephs to solve the problems of humanity. മനുഷ്യവംശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദാനിയേലിനെ പോലെ യോസേഫിനെ പോലെയുള്ളവരെ എഴുന്നേൽപ്പിക്കാം. Care for the poor and lift them up to great heights through Sisha. പാവപ്പെട്ടവരെ പരിപാലിക്കാം. ശീഷയിലൂടെ അവരെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്താം. God bless you as you are a part of this great mission. നിങ്ങൾ ഈ മഹത്തായ ദൗത്യത്തിന്റെ ഒരു ഭാഗമായി തീരുമ്പോൾ ദൈവം നിങ്ങളെ We അനുഗ്രഹിക്കട്ടെ. thank God for the wonderful life of Brother Dinakaran and the seeds he has sown, which has grown to be a blessing. സഹോദരൻ ദിനകരന്റെ അത്ഭുതകരമായ ജീവിതത്തിനു വേണ്ടിയും അദ്ദേഹം വിതച്ച വിത്തുകൾ ഒരു അനുഗ്രഹമായി വളർന്നതിനായും ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ദൈവത്തിന് സ്തോത്രം Thank you, ചെയ്യുന്നു. Jesus. Today I pray that the same anointing shall increase in double measure, എന്ന് അതേ അഭിഷേകം ഇരട്ടിയായി വർദ്ധിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. and we shall all reflect Jesus to the people. നമ്മൾ എല്ലാവരും ജനങ്ങൾക്ക് മുൻപാകെ യേശു ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കും. Thank you. നന്ദി.